കർത്താവായ യേശുവിൽ പ്രിയ മക്കളെ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. സങ്കീർത്തനം 34:5. ആകർഷകമായ മുഖഭാവവും ബഹുമാന്യമായ വ്യക്തിത്വവും ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നാം തന്നെയാണ് നമ്മുടെ മുഖഭാവത്തിന് രൂപം നൽകുന്നത്. ആന്തരിക സ്വഭാവത്തിനനുസരണമായി നമ്മുടെ മുഖഭാവത്തിൽ രൂപഭേദമുണ്ടാകും. വിശുദ്ധമായ കാര്യങ്ങൾ ചിന്തിക്കുകയും മാന്യമായവ മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുഖഭാവം ശാന്തഗംഭീരവും ദൈവകൃപയുടെ പ്രകാശം പരത്തുന്നതും ആയിരിക്കും. അശുദ്ധ ചിന്തകൾ ഉള്ളിൽ ഒതുക്കുകയും താണ നിലവാരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നവരുടെ മുഖഭാവം അതിവേഗം അനാകർഷകമായി തീരും. ആന്തരിക നിരൂപണങ്ങൾക്കനുസരണമായി നമ്മുടെ മുഖരൂപത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യ ശില്പി നമ്മുടെ ശരീരത്തിൽ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ആരോ ഒരാൾ പറഞ്ഞത് വാസ്തവമാണ്. ഏശയ്യാ പ്രവാചകൻ 3:9. തെറ്റിൽ ജീവിക്കുന്ന ജനത്തെപ്പറ്റി പറയുമ്പോൾ അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷിക്കുന്നു. അവർ സൊദോം പോലെ അവരുടെ പാപത്തെ പരസ്യമാക്കുന്നു എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ 6:5 എസ്തഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയിരിക്കുന്നു എന്ന് പറയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവുമായിട്ടുള്ള ബന്ധം അവന്റെ മുഖഭാവത്തിൽ മാറ്റം വരുത്തി. നമ്മുടെ ചിന്തകൾ ഏതുതരം വിഷയങ്ങളെ ചുറ്റിയാണ് പരിവർത്തിക്കുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാര വസ്തുക്കളോ മോടിയായ വസ്ത്രധാരണമോ അല്ല, നല്ല മുഖഭാവമാണ് യഥാർത്ഥ സൗന്ദര്യം. നമ്മുടെ ഉള്ളിൽ ആരംഭിച്ചു വളരുന്ന ചിന്തകൾ എന്നും ഹൃദയത്തിൽ ഒതുങ്ങിയിരിക്കുകയില്ല. അവ കവിഞ്ഞൊഴുകി മുഖഭാവത്തിലൂടെ പ്രത്യക്ഷപ്പെടും. ഉള്ളിൽ ധരിക്കുന്നവ മുഖത്തെ ആവരണം ചെയ്യും. മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. കർത്താവായ ഈശോ തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ച് നമ്മെ ഓരോരുത്തരെയും ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയട്ടെ. പരിശുദ്ധ അമ്മ IMS അമ്മ നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ആമീൻ.